the book of Matthew chapter 17. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ മുമ്പാകെ രൂപാന്തരപ്പെട്ട അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്നേ. നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവർ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്നും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുക്കുവീൻ എന്നൊരു ശബ്ദമുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവണ്ണു വീണു. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു, എഴുന്നേൽക്കുവീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കിയപ്പോൾ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. കർത്താവിൻ്റെ സ്തോത്രം. ഈ വചനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും തക്കവണ്ണം ഈ വിശുദ്ധ പകൽക്കാലം കർത്താവ് കൃപ നൽകിയ ദൈവത്തിൻ്റെ ദയയ്ക്കായി, അനുഗ്രഹങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്തൃസന്നിധി നമ്മുടെ ഹൃദയങ്ങളെ പകർന്നുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മെ കേൾപ്പിച്ചതായ സങ്കീർത്തനത്തിലൂടെ ലഭിച്ചതായ എല്ലാ വചനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ ആ മിനിസ്ട്രിയിൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം. 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുവാനിടയായി. ആ കൂട്ടത്തിൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം. തൻ്റെ ജീവിതയാത്രയിൽ കർത്താവ് മിനിസ്ട്രിയിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിലായി പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ആ കൂട്ടത്തിൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഉയർന്നതായൊരു മലയിലേക്ക് കർത്താവിന് സ്തോത്രം പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിന് നന്ദിയോട് സ്തോത്രം. നാം ആ ഭാഗങ്ങൾ മറ്റ് ചില സിനോപ്റ്റിക് ഗോസ്പൽ സമവീക്ഷണ സുവിശേഷങ്ങളിൽ മത്തായിയുടെ സുവിശേഷവും അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം മാത്യു ചാപ്റ്റർ 17 വേഴ്സ് 1 to 18 നമ്മൾ വായിക്കുവാനിടയായി. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോഴും ഇതേ സബ്ജക്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 9:28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലും ഇതേ സബ്ജക്റ്റുകൾ തന്നെ എഴുതിയിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദ ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 28 to 36 ആ ഭാഗങ്ങളിൽ കൂടെ നമ്മൾ വായിക്കുമ്പോൾ ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവർ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിൽ എന്ത് ചെയ്തു കയറിപ്പോകുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിന് നന്ദിയോട് സ്തോത്രം. അതിനകത്ത് 3 പേരെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അവർ പോകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ദൈവത്തിന് സ്തോത്രം എന്താണെന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കീഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനമായ പോയിൻ്റ് ഞാൻ സ്റ്റഡി ചെയ്ത സമയത്ത് പിതാവായ ദൈവത്തിൻ്റെ സ്ഥിരമായ സ്നേഹത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് 35-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. വേഴ്സ് 35 എന്താണ് എഴുതിയിരിക്കുന്നത്? ദ വോയിസ് കെയിം ഔട്ട് ഓഫ് ദ ക്ലൗഡ് സെയിങ്, ദിസ് ഈസ് മൈ സൺ, മൈ ചോസൺ വൺ, ലിസൺ ടു ഹിം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എന്ത് ചെയ്യണം? ചെവി കൊടുക്കുവീൻ എന്നൊരു ശബ്ദമുണ്ടായി. കർത്താവിന് സ്തോത്രം. അപ്പോൾ പിതാവിൻ്റെതായ സ്ഥിരമായ ഒരു സ്നേഹത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. രണ്ടാമത്തെ വിഷയം, പത്രോസിനും അതുപോലെ തന്നെ യോഹന്നാനും യാക്കോബിനും അപ്പോസ്തലന്മാർക്കും എല്ലാം ദൈവത്തിന് സ്തോത്രം ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർക്ക് മാത്രമല്ല, അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല, മുഴുവൻ ലോകമുള്ളതായ എല്ലാ സഭകൾക്കും അവിടെ വിശ്വാസം ഉറപ്പിക്കുന്നതിന് ഈ ട്രാൻസ്ഫിഗറേഷൻ മുഖാന്തരമായിടയായി. ദൈവത്തിന് സ്തോത്രം. ഈ സംഭവമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ഭാഗങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തുടർമാനമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇടയായി. കർത്താവിന് നന്ദിയോട് സ്തോത്രം. പിതാവിൻ്റെതായ ആ സ്നേഹം, ഹല്ലേലൂയ. ഇന്ന് ഫാദേഴ്സ് ഡേ ആണല്ലോ. കർത്താവിന് സ്തോത്രം. ആ പിതാവിൻ്റെതായ ഒരു സ്നേഹം, പിതാവായ ദൈവത്തിൻ്റെതായ സ്നേഹം, ഹല്ലേലൂയ. അത് എഫീസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്കിന് രക്ഷയെ സംബന്ധിച്ചുള്ളതായ സ്റ്റഡിയിൽ നമുക്ക് കഴിഞ്ഞ നാളുകളിലെല്ലാം പഠിച്ച കൂട്ടത്തിൽ പിതാവായ ദൈവത്തിൻ്റെതായ ആ രക്ഷണീയ പ്രവൃത്തിയുടെ ആ പ്രാരംഭം ആരംഭിക്കുന്നത് തന്നെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നുമാണ്. ദൈവത്തിന് സ്തോത്രം. അത് പുത്രനായ ക്രിസ്തുവിലൂടെ അത് അക്കംപ്ലീഷ് ചെയ്യുക, അത് പെയ്ഡ് ചെയ്യുവാൻ തക്കവണ്ണം അത് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം.
പിതാവായ ദൈവത്തിൽ കൂടെ അത് പ്ലാൻ ചെയ്യുവാനിടയായി. പുത്രനായ ക്രിസ്തുവിലൂടെ അതെന്ത് ചെയ്തു? അക്കംപ്ലീഷ് ചെയ്യുവാനിടയായി. പരിശുദ്ധാത്മാവിൽ കൂടെ എന്ത് ചെയ്തു? നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്യുവാനിടയായി. അതിനെക്കുറിച്ച് പഠിക്കുന്ന അവസരങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെതായ സ്നേഹത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാനിടയായി. അതുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുവാനിടയായി. കർത്താവിന് സ്തോത്രം. ആ പിതാവിൻ്റെ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചതല്ല, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്ത് ചെയ്താൽ ലഭിക്കുവാനിടയായി തീർന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ എന്ത് ചെയ്തു? കാണുവാനിടയായി. അതാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? ആമേൻ. എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എഫെസ്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് ഹി ഹാസ് സെലക്റ്റഡ് ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം എന്ത് ചെയ്തു? നമ്മെ തിരഞ്ഞെടുക്കുവാനിടയായി. ആ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? നിറച്ചിരിക്കുന്നു. ആ ബ്ലെസ്സിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ ഈ ലോകത്തിലെ ഭൗതിക അനുഗ്രഹമൊന്നുമല്ല. ആമേൻ സ്തോത്രം. നമ്മളെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ലോകത്തിലെ ഭൗതിക അനുഗ്രഹമാണെന്ന്. എന്നാൽ അവൻ നമ്മെ എലക്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. അവൻ നമ്മെ എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. മൂന്നാമതായി നമ്മെ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞ്? നമ്മെ റിഡീം ചെയ്യുവാനിടയായി തീർന്നു. നമ്മുടെ പാപങ്ങളെ ദൈവം എന്ത് ചെയ്തു? ക്ഷമിക്കുവാനിടയായി തീർന്നു. നമുക്കൊരു ഇൻഹെറിറ്റൻസ് തരുവാനിടയായി തീർന്നു. നമുക്ക് മിസ്റ്ററീസ് ആമേൻ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിനെ മുദ്രയിടുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിനെ തരുവാനിടയായി തീർന്നു. ഇതാണ് ആത്മീയ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ നമ്മൾ ഭൗതികമായ അനുഗ്രഹങ്ങൾ വേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഇതെല്ലാം ആവശ്യമാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ. എന്നാൽ അതല്ല നമുക്ക് നൽകിയിരിക്കുന്നത്. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ എല്ലാ നിമിഷങ്ങളിലും നാം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രത്യാശ പുതുക്കാനൊക്കത്തുള്ളൂ. ഈ ലോകത്തിലെ നന്മകളെല്ലാം വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. ഒരുപക്ഷെ നമുക്ക് രോഗികളായെന്നിരിക്കും, പ്രയാസങ്ങൾക്ക് നമുക്കുണ്ടായെന്നിരിക്കും. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നമുക്ക് പ്രത്യാശ പുതുക്കുന്നതായ വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് മുമ്പോട്ട് പോകാനിടയാകണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് തനിക്ക് ഏറ്റവും ക്ലോസായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് പത്രോസിനെയും പിന്നെ യോഹന്നാനെയും യാക്കോബിനെയൊക്കെയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ യോഹന്നാനും യാക്കോബിൻ്റെ അമ്മയ്ക്ക് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ ആഗ്രഹം ഉണ്ടായിരുന്നത്? നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ മക്കളെ രണ്ടുപേരെ എന്ത് ചെയ്യണം? അമ്മേനെ ഇടത്തും വലത്തും എന്ത് ചെയ്യണം? ഇരുത്തണം. നല്ലൊരാഗ്രഹമാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഞാൻ അനുഭവിക്കുന്നതായ ആ അനുഭവങ്ങൾ, കഷ്ടങ്ങൾ നിങ്ങൾ അനുഭവിച്ചാൽ കർത്താവിന് സ്തോത്രം അതിൻ്റെതായ അനുഗ്രഹങ്ങൾ കാണുവാൻ കഴിയും. ആമേൻ. തുടക്കത്തിൽ തന്നെ അപ്പോസ്തലനായ യാക്കോബ് എന്ത് ചെയ്തു? സ്തോത്രം എന്ത് ചെയ്യുവാനിടയായി? രക്തസാക്ഷിയായി മരിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ മാത്രമേ ഒരു നോർമൽ ബേസിൽ മരിക്കുവാനിടയായുള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത് നാമും നമ്മുടെ തലമുറയും കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യതയിൽ കാണുവാനിടയാകണം. അതിനായി പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ഹല്ലേലൂയ ഈ ശിഷ്യന്മാരെ മലയിലേക്ക് കൊണ്ടുപോകാനിടയായി, ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോകാനിടയായി. അവിടെ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തനിച്ച് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അതിൻ്റെ മേളത്തെ വാക്യങ്ങളിൽ ആമേൻ സ്തോത്രം ലൂക്കോസിൻ്റെ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത് കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിക്കുവാൻ മലയിൽ എന്ത് ചെയ്തു? കൊണ്ടുപോകുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഏതൊരു വിഷയത്തിനും ആൻസർ ലഭിക്കുന്നത് പ്രാർത്ഥനയാൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന മടുത്തു പോകാതെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് ഏറ്റവും മടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഒരു കാര്യത്തിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മടുപ്പില്ല. ദൈവത്തിന് സ്തോത്രം. 5-6 ദിവസങ്ങൾ നമ്മൾ ജോലി ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് മടുപ്പൊന്നുമില്ല. എന്നാൽ ഏറ്റവും നമ്മൾ ഫെഡപ്പായി പോയിക്കൊണ്ടിരിക്കുന്നത് പ്രയർ ലൈഫാണ് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാർക്ക് എന്ത് സംഭവിക്കാനിടയായി? അവർ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞ് 29-ാമത്തെ വൈൽ ഹി വാസ് പ്രേയിങ് ദി അപ്പിയറൻസ് ഓഫ് ഹിസ് ഫേസ് ബിക്കം എ ഡിഫറൻറ്റ്. ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒരു വലിയ വ്യത്യാസം സംഭവിക്കാനിടയാവും. അവിടെ പ്രാർത്ഥനയിലാണ് നമുക്കൊരു വലിയ വ്യതിയാനം സംഭവിക്കേണ്ടത്. ഹല്ലേലൂയ. പലപ്പോഴും അങ്ങനെ സംഭവിക്കാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും ദുഃഖിതരായി തീരാറുണ്ട്. ഹല്ലേലൂയ. നിരാശരായി തീരാറുണ്ട്. പ്രാർത്ഥനയിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ. എന്നാൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ വ്യതിയാനം സംഭവിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം എന്ത് ചെയ്തു? മാറി. അടുത്ത വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഉടുപ്പ് എന്ത് ചെയ്തു? മിന്നുന്ന വെള്ളയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ ഒരു ട്രാൻസ്ഫിഗറേഷൻസ്, അവിടെ ഒരു രൂപാന്തരം സംഭവിക്കാനിടയായി, ഒരു ഫിസിക്കൽ ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ഒരു സംഭവത്തിൻ്റെ മധ്യത്തിൽ അവർക്കൊന്നും കൂടെ അവിടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിനും കർത്താവിന് നന്ദിയോട് സ്തോത്രം
അവർക്ക് ധൈര്യം പകരുന്നതിനും ഇടയായി തീരേണ്ട നിമിഷമാണ്. എന്നാൽ ഇവിടെ ശിഷ്യന്മാർക്ക് എന്ത് സംഭവിക്കാനിടയായി? 2 പുരുഷന്മാർ അവനോട് എന്ത് ചെയ്തെന്നാണ് പറഞ്ഞേ? സംഭാഷിച്ചു. മോശയും പിന്നെ ഏലിയാവും തന്നെ. അത് ചില കമൻ്ററി ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത്, അവിടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് മോശ ന്യായപ്രമാണത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് അവിടെ എഴുതിയിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയും. ഏലിയാവിനെ സംബന്ധിച്ച് പറയാമെങ്കിൽ പ്രവാചകന്മാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായി മനസ്സിലാക്കാൻ കഴിയും. ഇവർ 2 പേരും എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ മലയിൽ വരുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഭയങ്കരമായൊരു വലിയൊരു വ്യതിയാനം അവിടെ സംഭവിക്കുവാനിടയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. 2 വ്യക്തികൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയവരാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധിയായിട്ട് മോശയും പിന്നെ പ്രവാചകന്മാരുടെ പ്രതിനിധിയായിട്ട് ഏലിയാവും വന്നിരിക്കുന്നു എന്ന് ചില കമൻ്ററി ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വലിയൊരു തേജസ്സിൻ്റെ ഒരു സാഹചര്യമാണ് ആ മലയിൽ വെളിപ്പെടുവാനിടയായത്. ഇതേ സംഭവം തന്നെ മോശയുടെ കാലത്ത് കർത്താവിന് സ്തോത്രം പർവ്വതത്തിൽ വെച്ച് വലിയൊരു തേജസ്സിൻ്റെ അനുഭവം ഉണ്ടാകുവാനിടയായി തീർന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ദൈവമായ യഹോവ പറഞ്ഞ് ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ ഈ മലയുടെ അടിവാരത്തിൽ വന്നാൽ അവനെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലണം. അവിടെ അടുക്കുവാനൊക്കെയില്ലായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തേജസ് ക്രിസ്തുവിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ശിഷ്യന്മാർക്കെല്ലാം അടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ ഒരു വലിയ പ്രത്യാശയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കുള്ളത്. ബൈബിൾ എഴുതിയിരിക്കുന്ന 2 or 3 people gather together there are my midst. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. നമുക്ക് ഇന്നും മാറിപ്പോകേണ്ട കാര്യമില്ല. അതിൻ്റെ കാരണം എന്താ സംഭവിക്കാനിടയാതെ? ധൈര്യത്തോടെ കൃപാസനം വരെയും ചെല്ലുവാൻ. ഹല്ലേലൂയ. നൗ വി സ്റ്റാൻഡിങ് ഓൺ ദ മോസ്റ്റ് ഹോളി പ്ലേസ്. ഹല്ലേലൂയ. നമുക്ക് ധൈര്യത്തോടെ കൃപാസനം വരെ കടന്നു ചെല്ലുവാനിടയായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലായ മരണത്താലാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് പിതാവിൽ നിന്നുള്ളതായ സ്നേഹത്താൽ നമുക്ക് ലഭിച്ചതാണ്. ആ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം ഓർക്കുവാനിടയാകണം. ദൈവത്തിന് സ്തോത്രം. ലോകമെങ്കും പിതാവിൻ്റെ, ഈ പട്ടണത്തിലും ഈ രാജ്യത്തും പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്, ചിന്തിക്കുന്നതായ ഒരു ദിവസമാണ്. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആ പിതാവിനെ കുറിച്ച് നമ്മൾ ഓർക്കുവാൻ, ആ പിതാവിൻ്റെ സ്നേഹം, ഹല്ലേലൂയ ഹല്ലേലൂയ, നിലനിൽക്കുന്നതായ ആ പിതാവിൻ്റെ സ്നേഹമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ഓർക്കുകയും നാം കുറേ കൂടെ ദൈവത്തോട് അടുക്കുകയും ചെയ്യുവാൻ്റെ ഗുണമിടയാകണം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്ന അവസരങ്ങളിൽ അവൻ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിക്കുവാനുള്ളതായ നിര്യാണത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? സംസാരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ കൊടുത്തിരിക്കുന്നതായ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശ്രദ്ധേയമായി നമ്മൾ വായിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്? ഏലിയാവിനോടും പിന്നെ മോശയെക്കുറിച്ചാണ്. അവിടെ യെരൂശലേമിൽ അക്കംപ്ലിഷ് ചെയ്യേണ്ടതായ കാര്യം നിര്യാണത്തെ സംബന്ധിച്ചാണ്. നേരത്തെ മരിക്കുന്ന കാര്യം കർത്താവിന് സ്തോത്രം പറഞ്ഞതായ പൗലോസ് നേരത്തെ തന്നെ പറഞ്ഞവാനിടയായി. നമ്മളോടെങ്ങാനും അടുത്ത ആഴ്ച മരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രോഗമില്ലാത്ത ആൾ മരിക്കുന്നെന്ന് നേരത്തെ അഡ്വാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പ്രയാസമായിരിക്കും ഒന്നും ഉണ്ടാകുന്നത്. ആമേൻ. സ്തോത്രം. എന്നാൽ കർത്താവ് നിര്യാണത്തെക്കുറിച്ച് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവർ നന്നായിട്ട് കൂർക്കം വലിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഉറങ്ങിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കാനായിട്ട് പോയവരാണ്, പ്രാർത്ഥനയ്ക്കായിട്ട് പോയവരാണ്. പക്ഷേ അവർക്ക് പ്രാർത്ഥന നേരത്തെ മുതലേ വിഷയമല്ല. പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിയുമ്പോഴേ എന്ത് ചെയ്യും? ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. നമ്മൾ സാധാരണ പറയാം, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേ വല്ലാത്തൊരു പ്രയാസമാണ്, ഒരു പോരാട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടം അപ്പോസ്തലന്മാർക്കും എന്ത് ചെയ്തു? ഉണ്ടാകുവാനിടയായി. അവർ ഗെത്സമന തോട്ടത്തിൽ കർത്താവ് പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞു? നിങ്ങൾ എന്നോടുകൂടെ ഒരുമിച്ച് ഒരു നാഴികയും കൂടെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് യേശു പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സുന്ദരമായ നിലയിൽ എന്ത് ചെയ്തു? ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവസാനമായി കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? മതി, ഇനിയും ഉറങ്ങി എന്ത് ചെയ്തോളുക? ഇഷ്ടം പോലെ എന്ത് ചെയ്തോളുക? ഉറങ്ങിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞതിന് ശേഷം വന്നപ്പോഴാണ് എന്ത് പറ്റിയത്? വലിയ പട്ടാളക്കാരും ആൾക്കാരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന് സ്തോത്രം പത്രോസ് എന്ത് ചെയ്തെന്നാണ് പറഞ്ഞേ? വാളെടുത്ത് എന്ത് ചെയ്തു? ആമേൻ. സ്തോത്രം. മഹാപുരോഹിതൻ്റെ ദാസൻ്റെ ചെവിക്കൊട്ടൊരു വെട്ട് കൊടുക്കുവാനിടയായി തീർന്നു. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ആമേൻ. പ്രാർത്ഥിക്കേണ്ടതായ സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യോന അങ്ങനെ ചെയ്യുവാനിടയായി. കർത്താവിന് സ്തോത്രം. പ്രസംഗിക്കേണ്ടതായ സമയത്ത് കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി ഇത് ചെയ്തിരിക്കുക. കപ്പലിൻ്റെ അടിത്തട്ടിൽ വളരെ നീണ്ട ഉറക്കത്തിൽ കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിനവേ പോയി ശക്തമായ നിലയിൽ പ്രസംഗിക്കേണ്ടതാണ് ആ ദൈവദാസന്. ആ സമയങ്ങളിൽ ആമേൻ. സ്തോത്രം. സമയം കണ്ടെത്തിയില്ല. കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി സുഖമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. എന്തോ സംഭവിക്കാനിടയായി? കപ്പലിന്മേൽ എന്ത് ചെയ്തു? കൊടുങ്കാറ്റ് എന്ത് ചെയ്തു? അടിക്കുവാനിടയായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥിക്കേണ്ടതായ സമയങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവിന് നന്ദിയുടെ സ്തോത്രം, നമ്മൾ സുഖമായി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഏലിയാവ് ചൂരച്ചെടിയുടെ തണൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക?
ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ജീവിക്കുന്നതിനേക്കാൾ നല്ലത്, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ എങ്ങനെയുള്ളവനല്ല, ഒട്ടും നല്ലവനല്ല, അതുകൊണ്ട് ആമേൻ സ്തോത്രം, ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ടേക്ക് അവേ മൈ ലൈഫ്, എൻ്റെ പ്രാണനെ എന്ത് ചെയ്തോണമേ, എടുത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ഒരു വലിയൊരു മിനിസ്ട്രി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം, തന്നെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയുണ്ട്. എന്നാൽ അതിന് മുമ്പായി താൻ സുഖമായി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോയാൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ, ഉയർന്ന മലയിൽ ശിഷ്യന്മാർ 3 പേരും അവർ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഏറ്റവും ഭയങ്കരമായ ആമേൻ സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ്. ആമേൻ യെരുശലേമിൽ പോയി തൻ്റെതായ ആ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഏലിയാവിനോടും മോശയോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ടതായ ശിഷ്യന്മാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, സുഖമായി എന്ത് ചെയ്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്നതായ റൈറ്റ് ടൈം, അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിനായി നമ്മൾ അവൻ്റെ ബലമുള്ള കരങ്ങളിൽ എന്ത് ചെയ്യുക, താണിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണിരുന്ന് നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശിഷ്യന്മാർക്ക് അതിന് സമയം കണ്ടെത്തിയില്ല. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ തേജസ്സിൽ എന്ത് ചെയ്തു, പ്രത്യക്ഷമായി അവൻ യെരുശലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 32ാമത്തെ വാക്യം എന്താ സംഭവിക്കുന്നത്? നൗ ദ പീറ്റർ ആൻഡ് ഹിസ് കമ്പാനിയൻസ് ഹാഡ് ബീൻ ഓവർകം വിത്ത് സ്ലീം. അവരെന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഹാഡ് ബീൻ സ്ലീപ്പിംഗ്, അവർ ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന് സ്തോത്രം പ്രാർത്ഥിക്കേണ്ടതായ ആ അപ്പോസ്തലന്മാർക്ക് അത് സാധിച്ചു കഴിഞ്ഞില്ല. അതാണ് എഴുതിയിരിക്കുന്നത്, അവർ കൂടെയുള്ളവർ ഉറക്കത്താൽ ഭാരപ്പെട്ട് ഉണർന്ന ശേഷം അവൻ തേജസ്സിനെയും പിന്നെ അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കാണുവാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എഴുന്നേറ്റപ്പോഴത്തേക്കിനും നോക്കിയപ്പോഴത്തേക്കിനും സംഭവങ്ങളെല്ലാം മാറി. ഈ നടന്നതായ സ്റ്റേറ്റ്മെൻറ്റുകളോ നിര്യാണത്തെക്കുറിച്ചുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ളതായ ഡീറ്റെയിൽസ് ഇൻഫർമേഷനോ ഒന്നും അവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ട പോലെ കഴിഞ്ഞില്ല. അവർ എഴുന്നേറ്റപ്പോഴത്തേക്കിനും ഇങ്ങനെയുള്ള സംഭവമാണ്. മോശയും പിന്നെ ഏലിയാവും നിൽക്കുന്നു എന്ന മാത്രയിൽ തന്നെ അവരുടെ തീരുമാനം അങ്ങ് മാറ്റി. അവരെന്തോ പറയുന്നത്, അടുത്ത വാക്യത്തിൽ പറയുന്നത്, അവർ അവനെ വിട്ടു പിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഗുരു ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. നിൻ്റെ സന്നിധിയിലെ സന്തോഷത്തിൻ്റെ പരിപൂർണതയും നിൻ്റെ വലഭാഗത്തെ എന്നും പ്രമോദങ്ങളുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്നത്. അതിൻ്റെ 32ാമത്തെ വാക്യത്തിൽ എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത്? കർത്താവിന് സ്തോത്രം. എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത്? 33ാമത്തെ വാക്യത്തിൽ, ഇറ്റ് ഈസ് ഗുഡ് ഫോർ അസ് ടു ബി ഹിയർ. ഇവിടെ ഇരിക്കുന്നത് ഏറെ നല്ലത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നത്. ഹെവൻ ഈസ് ദൈ ത്രോൺ, എർത്ത് ഈസ് ദൈ ഫുട്സ്റ്റൂൾ. ഹല്ലേലൂയ. നൗ വി കോളിംഗ് അബ്ബാ ഫാദർ. ഹല്ലേലൂയ. സ്വർഗ്ഗം അവിടുത്തെ സിംഹാസനവും ഭൂമി പാദപീഠമാണ്. നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുകയാണ്. ആമേൻ. ഒരു ഇടവും നമുക്ക് സമാധാനം തരുന്നതല്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒരു നന്മകളും നമുക്ക് സമാധാനം തരുന്നതല്ല. എന്നാൽ ആമേൻ, അപ്പോസ്തലന്മാർ പറയാണ്, ഇവിടെ ആയിരിക്കുന്നത് ഏറെ നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആയപ്പോഴത്തേക്കും അവർ തന്നെ തീരുമാനിച്ചു ഇനി ഇവരെ വിടണ്ട എന്ന്. ദൈവത്തിന് സ്തോത്രം. 3 കുടില് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. ഒന്ന് നിനക്കും പിന്നെ ഒന്ന് ഏലിയാവിനും ഒന്ന് മോശയ്ക്കും ഒരു കുടിലുണ്ടാക്കി ഇവിടെ അങ്ങ് താമസിച്ചേക്കാമെങ്കിൽ പിന്നെ വലിയ പ്രയാസങ്ങളൊന്നുമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം. ദൈവസാന്നിധ്യത്തിൽ കർത്താവിനെ അവരിങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കുമ്പോഴാണ് അടുത്ത വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്. എന്താണ് ഓർപ്പിക്കുന്നത്? അതിൻ്റെ 34ാമത്തെ വാക്യത്തിൽ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞ് പേടിക്കുവാനിടയായി. ഇതുവരെയുള്ള ധൈര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, മാറുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർ യാത്ര ചെയ്ത് പടകിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ വെള്ളത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ 4ാം യാമത്തിൽ യേശു വരുവാനിടയായി. അപ്പോൾ പറയുകയാണെങ്കിൽ ഹല്ലേലൂയ, ഒരു ഭൂതം എന്ത് ചെയ്യുന്നു, നടന്നു വരുന്നു. അവർ ഭയപ്പെട്ട് എന്ത് ചെയ്തു, നിലവിളിക്കുവാനിടയായി. മേഘം വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, നിലവിളിക്കുവാനിടയായി. അവർ ഭയപ്പെടുവാനിടയായി. ഇവിടെ എഴുതിയിരിക്കുന്ന ഭയപ്പെട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. എന്താ സംഭവിക്കാനിടയായത്? ശിഷ്യന്മാർ ഇത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് എന്ത് ചെയ്തു, കവന്ന് വീണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ധൈര്യം, കുടിലുണ്ടാക്കുന്ന ബിസിനസ് എല്ലാം എന്ത് ചെയ്തു, മാറ്റുവാനിടയായി. പെട്ടെന്നായിരുന്നു അവർ തീരുമാനമെടുത്തത്. ഒന്ന് നിനക്കും പിന്നെ ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും. അപ്പോഴാണ് തീരുമാനം എടുക്കാനിടയായത്. കർത്താവിന് സ്തോത്രം. അങ്ങനെ തീരുമാനമെടുത്ത് കുടിലുണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം നടക്കുവാനിടയായി. എന്താ സംഭവിച്ചത്? അതിൻ്റെ 5ാമത്തെ വാക്യത്തിൽ 17:5 എന്താ എഴുതിയിരിക്കുന്നത്? അവൻ പറയുമ്പോൾ പ്രകാശമുള്ളൊരു മേഘം അവൻ്റെ മേലെ എന്ത് ചെയ്തു, നേരിട്ട് മേഘത്തിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എന്ത് ചെയ്യുക, ചെവി കൊടുക്കുവീൻ എന്ന് ഒരു ശബ്ദമുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട്
കവണ്ണു വീഴുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം മുമ്പാകെ കവണ്ണു വീഴുവാനിടയായി. ഹല്ലേലൂയ. അടുത്ത വാക്യം മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന മത്തായി 17-ന്റെ 8-ാമത്തെ വാക്യം. അവൻ 7-ാം വാക്യം, യേശു അടുത്ത് ചെന്ന് അവരെ എന്ത് ചെയ്തു? തൊട്ടു. ആൻഡ് ജീസസ് കെയിം ടു ദം ആൻഡ് ടച്ച് ദം ആൻഡ് സെഡ് ഗെറ്റ് അപ്പ് ആൻഡ് ഡു നോട്ട് ബി അഫ്രൈഡ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ തേജസ് ഒരു സകല മൂവ്മെൻറ്റുകളിൽ ആ വലിയൊരു ഒരു ട്രാൻസ്ഫിഗറേഷൻ കാണുവാനിടയായി. അതോടുകൂടി അവരുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുവാനിടയായി. പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഇന്ന് ഈ പകലിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ അവർ ഫിസിക്കലായിട്ടുള്ളതായ ഒരു ട്രാൻസ്ഫിഗറേഷൻ അവർക്ക് സംഭവിക്കുവാനിടയായി. ഫിസിക്കലായിട്ട് യേശുവിൻ്റെ ഒരു മാറ്റം കാണുവാനിടയായി. ഹല്ലേലൂയ. ആ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരുടെ അകത്ത്, ശിഷ്യന്മാരുടെ അകത്ത് ഹല്ലേലൂയ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുവാനിടയായി. ആമേൻ. അത് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി. ഇതുവരെ കണ്ടതും ഇതുവരെ സംസാരിച്ചമായ യേശു കർത്താവല്ലെന്ന് അവർക്ക് മനസ്സിലാക്കുവാനിടയായി. ഹല്ലേലൂയ. അപ്പോസ്തലനായ യോഹന്നാന് ഹല്ലേലൂയ യേശുവിൻ്റെ മാർവിൽ ചാരിയിരുന്നതാണ്. എന്നാൽ പത്മോസിൽ വെച്ച് യേശുവിനെ എന്ത് ചെയ്തു? കാണുവാനിടയായി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പണ്ടത്തെ യേശു അല്ല ഇപ്പോൾ കണ്ടത്. യേശുവിൻ്റെ കാൽക്കൽ എന്ത് ചെയ്തു? വീഴുവാനിടയായി. യേശു കടന്നു വന്ന് ഹല്ലേലൂയ അവരെ എന്ത് ചെയ്തു? ഹീ വാസ് ടച്ചിങ് ഹിം. ആമേൻ. യേശു അവരെ എന്ത് ചെയ്തു? ആമേൻ തൊടുവാനിടയായി. മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന യേശു അവരെ തൊടുക മാത്രമല്ല പിന്നെ എന്താ ചെയ്യുവാനിടയായി എന്നാണ് പറഞ്ഞത്? ആമേൻ 17 ഹല്ലേലൂയ എന്താ പറഞ്ഞത്? യേശു അവരെ എന്ത് ചെയ്തു? തൊട്ടു. അതിന് അടുത്ത വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ 7-ാമത്തെ വാക്യം, ആൻഡ് ഹീ കെയിം ടു ആൻഡ് ടച്ച് ദം ആൻഡ് സെഡ് അപ്പ് ആൻഡ് ഗെറ്റ് അപ്പ് ആൻഡ് ഡു നോട്ട് ബി അഫ്രൈഡ്. യേശു അവരെ എന്ത് ചെയ്തു? തൊട്ടതിന് ശേഷം പറഞ്ഞു. എന്താ പറഞ്ഞേ? ആൻഡ് ബി നോട്ട് അഫ്രൈഡ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടേണ്ട. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പ്രിയമുള്ളവരെ, മാനസികമായ നിലയിൽ, ശാരീരികമായ നിലയിൽ, ആത്മീയമായ നിലയിൽ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേദനയുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിലും ഹല്ലേലൂയ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും പ്രൈസ് ദി ലോർഡ് കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചെങ്കിലും ആമേൻ സ്തോത്രം ഈ വചനം ആമേൻ ഉറച്ചും കൂടെ ആമേൻ സ്തോത്രം ഉറച്ച് വിശ്വസിക്കുവാനിടയായി. ഹല്ലേലൂയ. യേശു കടന്നു വന്നെന്ത് ചെയ്തു? അവരെ ടച്ച് ചെയ്യുവാനിടയായി. മറ്റാരും ടച്ച് ചെയ്താലും ആമേൻ സ്തോത്രം ഒരു വിടുതലുണ്ടാകത്തില്ല. എന്നാൽ യേശു തൊടുവാനിടയായി. അതിനുശേഷം പറയാണ് ഡു നോട്ട് ബി അഫ്രൈഡ്. ഹല്ലേലൂയ. ആൻഡ് ജീസസ് കെയിം ആൻഡ് ടച്ച് ദം ആൻഡ് സെഡ് അറൈസ് ആൻഡ് ബി നോട്ട് അഫ്രൈഡ്. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. യേശു മാത്രമായി. ഹല്ലേലൂയ. മോശയും ഏലിയാവും മാറിപ്പോവാനിടയായി. ഇപ്പോൾ ആരോ വന്നിരിക്കുകയാണ്? യേശു മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ ഹല്ലേലൂയ മോശയും ഏലിയാവും അപ്രത്യക്ഷമായി മാറുവാനിടയായി. എന്നാൽ ദൈവത്തിന് സ്തോത്രം അവർ കവണ്ണ് വീണ് കിടക്കുകയാണ്. യേശു കടന്നു വന്ന് തൊടുവാനിടയായി. ഇന്ന് ഈ പകലിൽ ഈ വിശുദ്ധ സഭായോഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ തൊട്ടാൽ നമ്മുടെ മാനസികമായ പ്രയാസങ്ങൾ, നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥകൾ, ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കർത്താവെ എന്നെ തൊടുമാറാകണമേ, എന്നെ തൊടുമാറാകണമേ. എനിക്കൊരു വിടുതൽ ഇന്ന് പൽക്കാലം ആവശ്യമാണ്. ഹല്ലേലൂയ. ആ പിതാവിൻ്റെ സ്നേഹം ഇങ്ങനെയാണ്. ആ പിതാവിൻ്റെ സ്നേഹം ഇങ്ങനെയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇവന് ചെവി കൊടുക്കണം. പ്രസാദിച്ചിരിക്കുന്നു എന്നുകൊണ്ട് നിർത്തുന്നില്ല. ഇവനെന്ത് ചെയ്യണം? ചെവി കൊടുക്കുക. അതാണ് പിതാവിൻ്റെ സ്നേഹം. ആ പിതാവിൻ്റെ സ്നേഹം നമ്മുടെ മധ്യ കൊണ്ട് ഹല്ലേലൂയ ഇന്നത്തെ ഹല്ലേലൂയ ഫാദേഴ്സ് ഡേയിൽ പിതാവിൻ്റെതായ ഒരു സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയങ്ങളിൽ തരുവാനിടയായി. ഹല്ലേലൂയ. ഒരുപക്ഷെ ഞാൻ ഈ ആശയങ്ങൾ ആമേൻ ചിന്തിച്ചുകൊണ്ടല്ല ഞാൻ ആമേൻ കടന്നു വന്നത്. എങ്കിലും ദൈവത്തിന് സ്തോത്രം. പിതാവിൻ്റെതായ ഒരു സ്നേഹം അത് ഹല്ലേലൂയ ആമേൻ. ആ പിതാവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം എന്താണ്? സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗീയ പിതാവേ നിന്തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. സ്വർഗീയ പിതാ നിന്തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. ഇതം ചെയ്തോ ഞാൻ നിൻ സൂര്യനെ പോലെ, നിൻഹിതം ചെയ്തോ ഞാൻ നിൻ സൂര്യനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് ഒരിക്കൽ കൂടെ നമുക്ക് സ്തോത്രം ചെയ്യാം. പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കേൾക്കുവാനിടയായി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ശിഷ്യന്മാർ ഇത് കേട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ ഭയപ്പെട്ട് അവർ കവണ്ണ് വീഴുവാനിടയായി. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ആമേൻ. എന്നാൽ ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ആമേൻ ശിഷ്യന്മാരെ തൊടുവാനിടയായി. എഴുന്നേൽക്കുക, ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ആ കർത്താവ് ഇന്ന് പോലെ നമ്മളെ തൊടേണ്ടതിനായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. കർത്താവേ, വചനത്തിനായി നന്ദിയോട് സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായി ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ അവകാശങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപിടുത്തങ്ങളായിരിക്കാനും കർത്താവെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും തക്കവണ്ണം അവിടുന്ന് കൃപ നൽകിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന പരിശുദ്ധ പിതാവേ, അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടതായ ദൈവികമായ ആലോചനയുടെ മധ്യത്തിൽ കർത്താവെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് രൂപാന്തരം വരുവാനിടയായി, അവിടുത്തെ മുഖം മാറുവാനിടയായി. ഹല്ലേലൂയ, വലിയൊരു പ്രകാശമായ വസ്ത്രം ആയിത്തീരുവാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഏലിയാവും മോശയും വരുവാനിടയായി തീർന്നല്ലോ. ശിഷ്യന്മാർക്ക് ഒരു സാക്ഷിയായി, ഉറപ്പിനായി, കാരണമായി തീരുവാനിടയായല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ അന്തരാത്മാവിലൊരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായല്ലോ. ഒരു വലിയൊരു രൂപാന്തരം അവരുടെ മധ്യത്തിൽ ഉണ്ടാകുവാനിടയായല്ലോ. കർത്താവെ നന്ദിയോട് സ്തോത്രം, സ്തോത്രം. എല്ലാ വചനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം, സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളോട് ഇടപെട്ടതായ ദൈവികമായ ആലോചനയുടെ മധ്യത്തിൽ ഹല്ലേലൂയ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഒരിക്കൽ കൂടെ ആമേൻ ഉറപ്പ് വരുത്തുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും കർത്താവിൻ്റെ മുമ്പാകെ ആമേൻ ഹല്ലേലൂയ വിനയപ്പെടുവാനും തക്കവണ്ണം ഇന്ന് പൽക്കാലം കൃപ നൽകിയതിനായി നന്ദിയോട് സ്തോത്രം. അർപ്പിക്കപ്പെട്ട ഭൗതികമായ ശേഖരത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വേല നിമിത്തം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗ്ഗീയ പിതാവെ മാനിക്കുമാറാകണമേ. അടുത്തൊരാഴ്ചക്കാലം ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ അവയെ പ്രമാണിച്ചുകൊണ്ട് ജയകരമായ ക്രിസ്തു ജീവിതം നയിപ്പാൻ ആവശ്യമായ എല്ലാ കൃപയും പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ച രാത്രി ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയ്ക്കായി നന്ദിയോട് സ്തോത്രം. 6 മണിക്ക് നടക്കുന്നതായ പ്രാർത്ഥന അനുഗ്രഹമാക്കണമേ. അതുപോലെ വെള്ളിയാഴ്ച രാത്രി നടക്കുന്നതായ പ്രയർ മീറ്റിങ്ങിനായി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. കടന്നു വന്നതിൻ്റെ മക്കളെ ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹിച്ചതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. താവേ യാത്രാമത്തിൽ തിരുമേണ്ട സാന്നിധ്യം കൃപയുണ്ടാകുമാറാകണമേ. കർത്താവിൻ്റെ ആലോചന ഉണ്ടായിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആശീർവാദത്തിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അടിയാരെ യഹോവായേ ഉടയ മഹോന്ന പരനേ വന്ദനം നീ. ആമേൻ. മഹോന്നത പരനേവ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളിന്മേലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഇപ്പോഴും എന്നേക്കും സദാകാലം ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരയണമേ. ക്രിസ്തു യേശുവിലുള്ള സമാധാനത്താൽ കടന്നു പോകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശനിയാഴ്ച രാത്രിയിൽ 6 മണിക്കൂടെ വെച്ച് പ്രാർത്ഥന ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ ബെഥസ്ദ പ്രയർ ഫെലോഷിപ്പ് മീറ്റിംഗ് നടക്കും. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.